ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. തുടരും എന്ന ചിത്രം ആദ്യ ദിനം എത്ര കോടി കളക്ട് ചെയ്യും എന്ന് നോക്കാം. അതിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിന് മിനിമം ഹൈപ്പ് ലഭിക്കാറുണ്ട്. എന്നാൽ സാധാരണ ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഹൈപ്പ് പോലും ഇല്ലാതെയാണ് തുടരും എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതിനു കാരണം സംവിധായകന്റെ കോൺഫിഡൻസ് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള വലിയ പ്രമോഷനും കൊടുക്കാതെ തന്നെയാണ് തുടരുമെന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ ചരിത്രം മാറ്റിയെഴുതുകയാണ് തുടരും എന്ന ചിത്രം. ഇപ്പോൾ എങ്ങും റെഡ് അലേർട്ടാണ്. ബോക്സ് ഓഫീസ് മുഴുവനായും മോഹൻലാൽ അടക്കി ഭരിക്കുന്നു. ഒരു സാധാരണ ചിത്രം റിലീസ് ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എങ്ങും മികച്ച അഭിപ്രായം. പിന്നീട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് റിവ്യൂസുമാരുടെ അഭിപ്രായം തേടാനായി. എല്ലാ റിവ്യൂസുമാരും മികച്ച അഭിപ്രായം. അതെ, അതിനുശേഷം തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ആളി കത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഓരോ മണിക്കൂറിലും 300-400 ഒക്കെ ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തുടരും എന്ന ചിത്രത്തിന്റെ വിറ്റുപോയിരിക്കുന്നു. നാളെ ശനി ഞായർ ദിവസങ്ങളിൽ മികച്ച കളക്ഷനായിരിക്കും തുടരും എന്ന ചിത്രത്തിന് ലഭിക്കുക. ഒരു പക്ഷേ 3 ദിവസം കൊണ്ട് 50 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തിയേറ്ററുകളുടെ എണ്ണവും ഷോകളുടെ എണ്ണവും വർദ്ധിക്കും, അതുറപ്പാണ്. ഇന്ന് തന്നെ ഒരുപാട് എക്സ്ട്രാ ഷോകളാണ് നടക്കുന്നത്. കൂടാതെ ഒട്ടനവധി ഹൗസ്ഫുൾ ഷോകളാണ് കഴിഞ്ഞതും. ആദ്യ ദിനം ട്രാക്കേഴ്സിന്റെ അഭിപ്രായ പ്രകാരം തുടരും എന്ന ചിത്രം 13 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നും 5 മുതൽ 5.5 കോടി വരെ ആദ്യ ദിനം ഒരു ഹൈപ്പും ഇല്ലാതെ എത്തിയ മോഹൻലാൽ ചിത്രം നേടി എന്നത് അത്ഭുതമാണ്. പ്രീ സെയിലിലൂടെ 2.5 കോടി രൂപയാണ് തുടരും എന്ന ചിത്രം നേടിയത്. വേൾഡ് വൈഡ് 3.5 കോടിക്ക് മുകളിൽ ചിത്രം പ്രീ സെയിലിലൂടെ നേടി. ഇത് വിഷുകാലത്തിറങ്ങിയ ബസൂക്കയുടെയും ആലപ്പുഴ ജിങ്കാനയുടെയും പ്രീസെയിലിനെ മറികടന്നാണ് ഈ ഒരു നേട്ടം തുടരും എന്ന ചിത്രം നേടിയത്. ഇനിയും ഒരുപാട് റെക്കോർഡുകൾ തുടരും എന്ന ചിത്രം നേടും എന്നതുറപ്പാണ്. മറ്റു ചില പ്രശസ്ത ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് 11 കോടി രൂപയോളമാണ് തുടരും എന്ന ചിത്രം ആദ്യ ദിനം നേടുക എന്നാണ്. എന്നാൽ ഇന്ന് രാത്രി വൈകിയും ചിത്രത്തിന്റെ ഒരുപാട് ഷോകൾ നടക്കുന്നത് കൊണ്ട് തന്നെ കളക്ഷനിൽ മാറ്റം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ 13 കോടി തന്നെ ചിത്രം നേടും എന്നതുറപ്പാണ്. കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ 7 കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് മാത്രം ഇന്ന് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും വരും ദിനങ്ങളിൽ തുടരും എന്ന ചിത്രത്തിന്റെ ദിവസമാണ്. ഇനി ശനി ഞായർ ദിവസമാണ്. ആ ദിവസം ഒരു പക്ഷേ എമ്പുരാനെ നേടിയതിനു മുകളിൽ കളക്ട് നേടാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.